ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ടില്ല, നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും അതിന് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ വരെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഗോതമ്പ് പൊടി ആട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ 1 കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു 5-6 ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. വലുതൊന്നല്ല, ചെറുതാട്ടോ. 5-6 നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമ്മൾ ചപ്പാത്തി മാവിനേക്കാളും ഒന്നുകൂടി ലൂസായിട്ട് കിട്ടുന്ന ആ ഒരു പരുവത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ചപ്പാത്തി മാവിന് അത്രയും ടൈറ്റിൽ നമുക്ക് കുഴച്ചെടുക്കണ്ടില്ല. ഒന്ന് ചെറുതായിട്ട് ലൂസായിട്ട് നമുക്ക് കൈ വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് പരത്തിയെടുക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിന് ആകുന്നത് വരെ വെള്ളം ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മൈദ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. മൈദ വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. പക്ഷേ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയല്ലേ നല്ലത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ലൂസാക്കിയിട്ട് എടുത്താൽ മതി. നമ്മൾ ചപ്പാത്തി അതിനേക്കാളും ഒന്ന് ലൂസാക്കിയിട്ട് ഈ ഒരു പരുവത്തിലാട്ടോ ഇത് റെഡി ആക്കിയിട്ട് എടുക്കേണ്ടത്. ഒരുപാട് ലൂസാക്കണ്ട. ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുന്ന പാകത്തിനാക്കിയിട്ട് എടുത്തതിന് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കിത് ആ ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ. അതൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് മീഡിയം സൈസുള്ള ഒരു സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടുതലും നമ്മളിതിലേക്ക് ഇനി ചേർക്കുന്നത് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് 1-2 അതും കൂടി ഒന്ന് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക ഈ സവാളയും പച്ചമുളകും. അപ്പോൾ ഈ ഒരു സമയത്തിന് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണുള്ള ഉപ്പും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ വഴറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ നന്നായിട്ട് വഴഞ്ഞങ്ങ് വാടി കുഴഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറ്റിയെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് വഴറ്റിയെടുത്തിട്ട് അതിന് കളറങ്ങ് മാറ്റിക്കളയരുത്. ഈ ഒരു രീതിക്ക് ആയിക്കഴിഞ്ഞാൽ മാത്രം മതിയാവും. നമുക്കിനി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ കളറിന് വേണ്ടി മാത്രം കേട്ടോ ചേർക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു പിഞ്ചോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒന്ന് വഴറ്റിയെടുക്കാമെന്ന് പറയുമ്പം കളറൊന്ന് മാറി വരാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ സ്മെല്ലൊന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി. ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ, ആ സ്മെല്ലൊന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി. എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഈ ഒരു പരുവത്തിലൊന്ന് ആയി കിട്ടിയാൽ മതി കേട്ടോ. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഇനി ചേർക്കാനുള്ളത് തേങ്ങയാണ്. അപ്പം നമ്മളിതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂണോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ തേങ്ങ ചേർക്കാൻ. ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതുപോലൊരു ചെറിയൊരു പീസ് വാഴയില എടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഗോതമ്പിൻ്റെ മാവുണ്ടല്ലോ, അപ്പോൾ അത് കുറച്ച് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് എണ്ണാക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് എടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളമോ ഓയിലോ ഒന്നും കൂടി ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല നൈസായിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കാം. പെട്ടെന്ന് നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കയ്യിലാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ നൈസായിട്ട് പരത്തിയെടുക്കുക. പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു സവാളയുടെ ഒരു മസാല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് മടക്കി എടുത്തിട്ട് നമ്മൾ അടയൊക്കെ ഉണ്ടാക്കിയെടുക്കുമല്ലോ, അതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ പച്ചമല്ലിയിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ മസാലയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടോ. സവാള നന്നായിട്ട് വഴറ്റി കൊടുക്കാനോ പിന്നെ നമ്മൾ ഇതിലേക്ക് തേങ്ങ ചേർത്തിട്ട് വഴറ്റിയെടുക്കാനൊന്നും പാടില്ല. ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മാത്രം മതിയെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് അട പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ ആവി കയറ്റുന്ന അപ്പച്ചമ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് മതിയാവും കേട്ടോ. 10 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇത് കുക്കായിട്ട് കിട്ടും. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇനി നമുക്ക് സ്നാക്കായിട്ട് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടി ആട്ടോ ഇത്.
അപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കൂടി നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായി ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാക്കിയാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.